മഹാപുരുഷരണം. ഇന്ന് ഞാൻ ഒരു വീഡിയോ കൂടി ഇടുകയാണ്. കാര്യം ഇന്നലെ വരെ വന്ന ടെക്സ്റ്റ് മെസ്സേജിലെ 2 പേരൊഴിച്ച് ബാക്കി എല്ലാവരെയും ഞാൻ വിളിച്ചു കഴിഞ്ഞു ഇന്ന് രാവിലെ തൊട്ട്. അപ്പോൾ ദയവ് ചെയ്ത് ആരും കോള് ചെയ്യാണ്ടിരിക്കുക. കാര്യം 2 നമ്പറുകളിൽ നിന്ന് ഞാൻ വിളിക്കുകയാണ്. അപ്പോൾ കോള് ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസ് ആവും. എനിക്കും കേൾക്കാൻ പറ്റില്ല, അവർക്കും കേൾക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ടെക്സ്റ്റ് മെസ്സേജിൻ്റെ ഓർഡറിൽ ഞാൻ വിളിക്കുകയാണ്. അതുപോലെ അതിനു മുമ്പ് കുറച്ച് പേരെ വാട്സാപ്പിൽ ഇത് ചെയ്തു. അപ്പോൾ സമയം കിട്ടുന്നതനുസരിച്ച് അവരെയും വിളിക്കുന്നുണ്ട്. ഇന്നൊരു 30-35 പേരെ വിളിച്ചു. അപ്പോൾ ഇതിനകത്ത് ചിലരെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ മെഡിറ്റേഷൻ നോക്കുമ്പോൾ കാണുന്നത്, നിങ്ങൾ എന്തെങ്കിലും പരിഹാര കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തിട്ട് മാത്രം കോൺടാക്റ്റ് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനർജി ദൈവികമായിട്ടുള്ള ഇത് വെച്ചാണ് ഞാൻ പറയുന്നത്, ജ്യോതിഷമല്ല. അതുകൊണ്ട് ജ്യോതിഷമായിട്ട് പണ്ഡിതന്മാരായ പണിക്കർമാരെയോ ജ്യോതിഷന്മാരെയോ എല്ലാം കാണിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും പരിഹാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് അതിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇല്ലെങ്കിൽ എനർജി ബ്ലോക്കേജ് ഉണ്ടാകും. അത് ദയവ് ചെയ്ത് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നത്തെ കാര്യം, തമിഴ്നാട്ടിലെ ഒരു വ്യക്തിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അവരെ ഇന്ന് കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അവരുടെ കാര്യം അത്ഭുതകരമാണ്. ഞാൻ ചോദിച്ചു എങ്ങനെ മലയാളിയായ എൻ്റെ ഇത് കണ്ടു. അവർക്കപ്പോൾ മലയാളം കുറേശ്ശെ അറിയാം, തമിഴ്നാടുകാരിയാണ്. അപ്പോൾ പറയണെന്താ വെച്ചാൽ ആ യാദൃച്ഛികമായി ബാബാജിയുടെ ഇത് വന്ന് വീഡിയോ കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ അവർക്ക് ബാബാജിയുടെ പ്രത്യക്ഷ അനുഭവം ഉണ്ടായി. കാര്യം അവർക്ക് ക്രിയായോഗ ദീക്ഷ കിട്ടിയ വ്യക്തിയാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 2-3 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അതിനൊരു നിമിത്തമായത് അബാക് മീഡിയ, അതുപോലെ എൻ്റെ പേഴ്സണൽ ഇതുമായിരിക്കാം. അതിന് ഞാൻ ഈ യൂണിവേഴ്സിനോടും പ്രത്യേകിച്ച് മഹാവതാർ ബാബാജിയോടും നന്ദി പറയുന്നു. അതുകൂടാണ്ട് കഴിഞ്ഞ ദിവസം പേര് പറഞ്ഞതിലെ ഒരാളെ ഞാൻ കോൺടാക്റ്റ് ചെയ്തു. അപ്പോഴും അതും ഒരു എനർജി കണക്ഷനായി. ഇപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞ ആ സ്വാമിജിയുടെ പേര് ചിലർ പേഴ്സണലി എന്നെ പരിചയമുള്ളവരെ അറിയിച്ചിട്ടുണ്ട്. ചിലർക്കത് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ ആ പേര് പറയുന്നില്ല കേട്ടോ. അത് അദ്ദേഹത്തിൻ്റെ എനർജി നമ്മുടെ കേരളത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പേര് പറഞ്ഞ് അതാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പറയാത്തത്. അപ്പോൾ ഈ വ്യക്തി എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു, താങ്കളെ വിളിക്കാൻ എനിക്ക് തോന്നിച്ചത്. അപ്പോൾ ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഞാൻ ചോദിച്ചു, ഞാൻ പേര് പറയുന്നതിന് 2-3 ദിവസത്തിനുള്ളിൽ എവിടെയൊക്കെ പോയി, ഏതെങ്കിലും സമാധി സ്ഥലത്ത് പോയോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരൊരു സമാധി സ്ഥലത്ത് പോയിരുന്നു. അപ്പോൾ ഈ സമാധിയിൽ പോകുമ്പോഴെന്താണ് കാര്യം എന്ന് വെച്ചാൽ, ആ സമാധിയിൽ അവരുടെ എനർജി വർക്ക് ചെയ്യുന്നുണ്ട്. സമാധിയിൽ ആ ഗുരുക്കന്മാരുടെ എനർജി വർക്ക് ചെയ്യുന്നുണ്ട്. ആ എനർജി വെച്ചിട്ട് ആ ഒരു കണക്ഷനിലാണ് എനിക്ക് വിളിക്കാനുള്ള നിയോഗം വരുന്നത്. അങ്ങനെ പല ആൾക്കാർ റാൻഡമാണ്, എന്നാൽ ഓർഡർ പോലും അല്ല. പക്ഷേ ടെക്സ്റ്റ് മെസ്സേജ് വെച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഓർഡറിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, പൂർവ്വജന്മ പുണ്യം സാറിൻ്റെ വീഡിയോ അതൊക്കെ ഞാൻ വിനയപുരസരം ഇത് ചെയ്യുന്നു. ഇതെൻ്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് കാണുന്നു. പിന്നെ വേറെ ഇന്ന് വന്ന ഇതിലെ കമൻ്റാണ് പറയുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ 100% വർക്കാവുമെന്ന് പറയുന്നു. തീർച്ചയായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ 100% വർക്കാവും. പക്ഷേ നമ്മുടെ കാർമിക് ബ്ലോക്സ് വരുമ്പോഴത്തേക്കും പ്രശ്നമാണ് കേട്ടോ. പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് തീർച്ചയായിട്ടും ഞാൻ നോക്കുന്നുണ്ട്. ഓം ശരവണഭായതവ. പിന്നെ ശനിയുടെ കാര്യം ചോദിച്ചത് അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, പലതും പഠിപ്പിക്കും. കാര്യം എന്താ വെച്ചാൽ ശനിയുടെ കാലം ഈ നവഗ്രഹങ്ങളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം എൻ്റെ അനുഭവത്തിൽ ശനീശ്വരനാണ്. ആ ശനീശ്വരനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാഹുവിനെയും കേതുവിനെയും നമുക്ക് കൂട്ടാം. ചൊവ്വ കൂടി കൂട്ടത്തിൽ വരും. മനസ്സിലായി? ഈ 4 ഗ്രഹങ്ങളാണല്ലോ പ്രശ്നക്കാരായിട്ട് പറയുന്നത്. പക്ഷേ ഇവർ എത്രയും നല്ല ആൾക്കാർ വേറെ ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് അബാക് മീഡിയയിലാണെന്ന് തോന്നുന്നു ആരോ കമൻ്റ് ഇട്ട് കണ്ട്, നാട്ടിലെ ഗുണ്ടേനെ കൂട്ടുകാരനാക്കിയാൽ പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ എന്ന്. അതൊന്നും ഞാൻ പറയാനില്ല. കാര്യം ശനി എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ പവർ വേറെ ലെവലാണ്. മനസ്സിലായി? ധാർമ്മികതയ്ക്ക് പ്രാധാന്യം, ധാർമ്മികത, മര്യാദ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നൊരു ഗ്രഹമാണ് ശനി. എല്ലാ ഗ്രഹങ്ങൾക്കും ധാർമ്മികത ഇതുണ്ട്. പക്ഷേ നമുക്ക് ചങ്ക് ബ്രോയായിട്ട് കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ഒരു ഗ്രഹമാണ് ശനി. അത് എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയാം. സംഗതി വ്യാഴദശയ്ക്ക് നല്ലതായിരുന്നു, എല്ലാം ശരിയാണ്. പക്ഷേ ചങ്ക് ബ്രോയായിട്ട് കൂട്ടത്തിൽ നിർത്താൻ പറ്റുന്ന ശരിയാണ്. നല്ല നടപ്പായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ഒരു കാര്യമാണ് വേറെ എൻ്റെ ജീവിതം. എനിക്ക് ശനി ദോഷം ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ചില ആൾക്കാർക്കത് പ്രയോജനം ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരു വ്യക്തി ചോദിച്ചിരിക്കുന്നത്, റിലേഷൻ ബിറ്റ്വീൻ പെറ്റ് ആനിമൽസ് ആൻഡ് അസ്, പൂർവ്വജന്മം. ഒരു കാരണവശാലും നമ്മുടെ പൂർവ്വ ആൾക്കാർ ഒരിക്കലും നമ്മുടെ വളർത്തു മൃഗങ്ങളായിട്ട് പിറക്കുകയില്ല. അത് അസന്നിഗ്ധമായിട്ട് പറയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അറിവ് വെച്ച്, എൻ്റെ ഗുരു പറഞ്ഞു തന്ന വെച്ചിട്ട്
നമ്മൾ ഓരോ ജന്മങ്ങളിൽ ഊർജ്ജ ശരീരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ മനുഷ്യൻ്റെ ഊർജ്ജ ശരീരമാണ്. ഇതിൽ നമ്മൾ ഓരോ ജന്മങ്ങളിൽ അത് ഓരോ ജാതി ഓരോ സ്ഥലങ്ങളിലൊക്കെ നമ്മളിത് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ പോയി ഓരോ സ്പിരിച്വൽ കർമാസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് വെച്ച് ഊർജ്ജ ശരീരം മാറുകയാണ്. അതിൽ ഏതെങ്കിലും മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത നികൃഷ്ടതയുള്ള ലൈഫ് എടുത്താൽ മാത്രമേ ആനിമലായിട്ട് ജന്മം എടുക്കുള്ളൂ കേട്ടോ, ഇല്ലാണ്ടാകുകയില്ല. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാം ഈ ബലിക്ക് കാക്കയ്ക്ക് വെക്കും അല്ലേ, ബലി വെക്കുന്ന വാവിന്. എന്നിട്ട് അപ്പോൾ നമ്മൾ പിതൃക്കന്മാർ ഈ കാക്ക വന്ന് എടുക്കുന്ന പിതൃക്കന്മാർക്ക് തൃപ്തിയാകുന്നു എന്നാണ്. അത് പിതൃക്കന്മാർ കാക്കയായത് കൊണ്ടല്ല വരുന്നത്. അവരുടെ സോള് ഈ കാക്കയിൽ സ്വാധീനം ചെലുത്തുകയാണ്. അങ്ങനെയാണ് എടുക്കുന്നത്. അങ്ങനെ ഇഷ്ടപ്പെട്ട കറി എടുത്തതും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് എടുത്ത കുറേ സംഭവങ്ങൾ എൻ്റെ എക്സ്പീരിയൻസിലുണ്ട്. എനിക്ക് തോന്നുന്ന അബാക് മീഡിയയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആവർത്തിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ വീട്ടിൽ ഒരു വളർത്ത് നായയുടെ കാര്യമാണ് പറയുന്നത്. ഇതുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ആൾ ഇപ്പോൾ ഫിസിക്കൽ ബോഡി ഇല്ലാത്ത ആൾ, പക്ഷേ പുള്ളിയുടെ ബോധമുണ്ട്. അവിടെയാണ് വ്യത്യാസം. നമ്മൾ കാണുന്നില്ല, ആ വ്യക്തി അദ്ദേഹം ഇതെല്ലാം അറിയുന്നുണ്ട്. നമ്മുടെ തോട്ട്സ് വരെ അറിയും. നമുക്ക് ഫിസിക്കൽ ബോഡിയിലുള്ളപ്പോൾ നമുക്ക് വേറൊരാളുടെ തോട്ട്സ് അറിയാൻ പറ്റുകയില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു സംഭവം നടന്ന് ഒരു വ്യക്തി, കാര്യം എന്ന് വെച്ചാൽ ഞാൻ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ചിലരുടെ കാര്യം, ഇത് ഗുരുവിൻ്റെ ഇത് വെച്ച് കിട്ടുന്ന അനുഗ്രഹമാണ് കേട്ടോ, എൻ്റെ കഴിവല്ല. അപ്പോൾ ഒരു വ്യക്തിക്ക് ഞാനൊരു മെസ്സേജ് അയച്ചു ഇന്നത്. അപ്പോൾ ആ വ്യക്തി എനിക്ക് മറുപടി പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് സാർ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കണമെന്ന് പറഞ്ഞു. കാര്യം അതൊരു എനർജി കണക്ഷനാണ്. എന്താണ് നമ്മുടെ ഈ ടെലിഫോൺ ടവറിൽ നിന്ന് ഇങ്ങനെ പല ലൈനുകൾ വരുന്ന പോലെ അത് മെഡിറ്റേഷനിലിരുന്ന് ഇങ്ങനെ ഒരു ഇതുള്ളവർക്ക് അറിയാൻ പറ്റും. പിന്നെ ഒരു വ്യക്തി ഇങ്ങനെ ഈ നാദം കേൾക്കുന്നതിൻ്റെ കുറേ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനതൊന്നും ഇത് നോക്കിയിട്ടില്ല കേട്ടോ, എനിക്കതറിയില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഒരിക്കലും നമ്മുടെ പൂർവികർ ഇതായിട്ട് ജനിക്കാനുള്ള ചാൻസസ് ഇല്ല. മറ്റ് ഊർജ്ജ ശരീരമായിട്ട് ജനിക്കാനുള്ള ചാൻസസ് ഇല്ല. അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സോള് അടുത്ത ജന്മം എടുത്തിട്ടില്ല. എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയുകയാണ് കേട്ടോ, എൻ്റെ അറിവും എൻ്റെ അനുഭവം മാത്രമാണ്. അതുകൊണ്ട് ക്ഷമിക്കണേ, ഇത് ഒരു ആധികാരികതയല്ല. അതും ഞാൻ പറയാം. അവർ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ആ സ്വാധീനം വെച്ചിട്ട് ആ ആൾ ചെയ്ത പോലെയുള്ള ഇതൊക്കെ പ്രത്യേകിച്ച് നായ്ക്കുട്ടി, ഈ നായ്ക്കുട്ടിയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് പറയാം. പൂച്ചയും നായും തമ്മിലുള്ള വെച്ചാൽ, പൂച്ച ശരിക്കും ഒരു വന്യമൃഗമാണ്. അത് വനദേവതയുടെ ഭൂതഗണങ്ങളിൽ പെടുന്ന ഒന്നാണ് പൂച്ച, മനസ്സിലായി? അത് ക്രൗര്യമാണ്. പക്ഷെ പട്ടി അങ്ങനെയല്ല, നായ അങ്ങനെയല്ല. നായ മനുഷ്യനെ ഇത് ചേർത്ത് ഇപ്പോൾ കാട്ടുപൂച്ച എന്നുണ്ട്. കാട്ടുപട്ടി എന്ന് പറയുന്നത് ഒന്ന് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം നമ്മൾ മഹാഭാരതത്തിൽ പഠിച്ചിട്ടുണ്ട്. ഈ പഞ്ചപാണ്ഡവന്മാർ പോകുമ്പോൾ ലാസ്റ്റ് വരെയും ധർമ്മപുത്രരുടെ കൂടെ ഉണ്ടായിരുന്ന നായയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകണമെങ്കിൽ നായയ്ക്ക് മനുഷ്യജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, ആത്മലോകത്തിലേക്ക് വരെയും പോകാനായിട്ട് കൂട്ടത്തിൽ നായ കൂട്ടത്തിൽ കാണും എന്ന് അന്ന് പറഞ്ഞ വേദവ്യാസ മഹർഷി പറഞ്ഞ സംഭവം, മഹാഭാരതത്തിലെ സംഭവം, നായയുടെ ഇത് സ്പിരിച്വൽ പവർ കാണിച്ചു തരുന്നു. പ്രത്യേകിച്ച് നായ കാലഭൈരവൻ്റെ വാഹനമാണ്. കാലഭൈരവൻ ശിവൻ്റെ പവർഫുള്ളായിട്ടുള്ള രൂപമാണ്. അത് കാലഭൈരവനെ കൂടുതലും ആരാധിക്കുന്നത് തെക്കോട്ട് നോക്കിയാണ്. എൻ്റെ അറിവ് വെച്ച് പറയുകയാണ്, അല്ലായിരിക്കാം, എൻ്റെ അറിവ് മാത്രം. ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ഞാൻ പറയുകയാണ് കേട്ടോ. ഇത് ആധികാരികതയല്ല, എൻ്റെ മാത്രം അനുഭവമാണ്. ചിലർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, ചിലരിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും വിശ്വസിക്കാം. ഇതൊക്കെ ഉണ്ടല്ലേ, നമ്മൾ അതേ പാത്താണെന്ന് വിചാരിക്കാം. ഇതെൻ്റെ മാത്രം അനുഭവങ്ങളാണ് പറയണത്. അപ്പോൾ ഒരു കാര്യം മാത്രം പറയുന്നു, കോണ്ടാക്ട് ചെയ്യുന്നവർ ഏതെങ്കിലും വഴിപാടുകൾ, പരിഹാരം, പഠിക്കരെയോ ജ്യോതിഷന്മാരെയോ കണ്ടിട്ട് ഏതെങ്കിലും പരിഹാര കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം മാത്രം കോണ്ടാക്ട് ചെയ്യണം. നിങ്ങൾക്ക് പരിഹാരം കിട്ടുമെന്ന് പൂർണ്ണമായ ബോധ്യം മനസ്സാക്ഷി പറയുന്നുണ്ടെങ്കിൽ മാത്രം, ആത്മതലത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം കോണ്ടാക്ട് ചെയ്യുക. കാര്യം ഇനിയും ഒരു 60-70ഓളം മെസ്സേജുകൾ ഇന്ന് വന്നു കഴിഞ്ഞു. ഇന്നലത്തെ ഇനി 2 എണ്ണം മാത്രമേ പറയാനുള്ളൂ. അതും ഇന്ന് ഞാൻ പറയും. ഇപ്പോൾ ഇവിടെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോവുകയാണ്. എവിടെയാണ് നമ്മുടെ ഇടപ്പള്ളി ഗണപതി, പേരണ്ടൂർ ഭഗവതി, അതുപോലെ അങ്ങനെ ചിലയിടത്ത് പോയി വരാനുണ്ട്. അപ്പോൾ അതിന് ഇറങ്ങുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അതിനുശേഷം വിളിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ആർജിക്കുന്ന മെഡിറ്റേഷൻ്റെ ഉപാസനകളുടെ പുണ്യം എന്നെ കേൾക്കുന്ന കാണുന്ന നിങ്ങൾക്കെല്ലാം പകർന്നു നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൻ.